ഗുജറാത്തിൽ പോയി. അദ്ദേഹം 1.5 വർഷക്കാലം പോലീസിനെ അയച്ചിട്ട് പോലും പോയില്ല. അവസാനം ഞാൻ വഴങ്ങുന്ന ചില വ്യക്തികളുണ്ട് കേരളത്തിൽ, അവരെ അയച്ച് അപേക്ഷിച്ചിട്ടാണ് ഞാൻ പോയി കണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിൽ ആദ്യത്തേത്, അങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ കേരളത്തിന് വിഴിഞ്ഞം പദ്ധതി തരണം, തന്നാൽ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ അടിമയായിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ, അത് നികേഷ് എടുത്ത് TV ചാനലിൽ കൊടുത്തെങ്കിൽ, ഞാൻ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു ഭരണത്തിന് അടിമയായി എന്ന് പറയുന്നത് എനിക്ക് പെരുമയാണ്, എനിക്ക് അഭിമാനമാണ്. അതിനെ ഏത് തരത്തിലാണ് ജേർണലിസ്റ്റിക് ആംഗ്ലിംഗ്, ഡിഫ്ലക്ഷൻ, ഏത് തരത്തിലാണ് അതിനെ വകമാറ്റി ചെലവാക്കിയത്? അത് ആരുടെ നേട്ടത്തിന്, ആരുടെയൊക്കെ രാഷ്ട്രീയ കുടില തന്ത്രങ്ങൾക്കാണ് അത് വഴിതെളിച്ചു വിട്ടത്? ഇതുപോലെ തന്നെയാണ് പപ്പടം പൊട്ടിച്ചു വെച്ചത്. ആ പപ്പടം മുഴുവൻ ഞാൻ കഴിച്ചു. ഒരു പരിപ്പൊഴിച്ചു, ഇനി സാമ്പാർ വരും. വലിയ പപ്പടം തിരുവിതാംകൂറിൽ മാത്രമാണ് കിട്ടുന്നത്. ആ പപ്പടത്തിൽ നിന്ന് ഒടിച്ചു വെച്ച് അതവിടെ ഞാൻ വെച്ചു. ഇല മടക്കുമ്പോ അതിനകത്ത് ബാക്കി പപ്പടം ഇല്ല. പിന്നെ ആരാ ഈ എഴുതിയവനും വളച്ചൊടിച്ചവനുമാണോ ഒന്നത് തിന്നത്? ഇനി പപ്പടം എടുത്തു വെച്ച ആള് ഗ്ലൗസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതേ ആള് തന്നെയാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും വെച്ചത്. അത് മുഴുവൻ ഞാൻ ആദ്യം കഴിക്കും. എവിടെയാണ് ജേർണലിസം പോകുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഞാനത് മണിസാറിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യും കേട്ടോ. മാത്തുക്കുട്ടിച്ചായനിലേക്കും ഞാൻ കണക്ട് ചെയ്യും. സ്വർഗീയനായ ശ്രീ വീരേന്ദ്രകുമാറിലേക്കും ഞാൻ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. നിങ്ങൾ തല കുനിച്ച് നാണിക്കേണ്ടി വരും. 3 പേർക്കും സ്ക്രിപ്റ്റ് ഉണ്ട് കൃത്യമായ. കാട്ടുകള്ളൻ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ചീഫ് എഡിറ്റർ സ്ഥാനം മാത്രമല്ല രാജിവെക്കേണ്ടി വന്നത്, പിടിച്ച് തുറങ്കിലടച്ചു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഈ നിങ്ങൾ മഹത്വവൽക്കരിക്കുന്ന കേരളത്തിന്റെ ഭരണത്തിനുണ്ട്, ഭരണ രാഷ്ട്രീയങ്ങൾക്കുണ്ടായിരുന്നു. ഇല്ലെന്ന് ഇപ്പൊ പറ. എന്നിട്ടാണോ പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഭരണങ്ങൾക്ക് വിമർശനം ഇഷ്ടമല്ല? ആരെയും പിടിച്ച് തുറങ്കിൽ അടച്ചിട്ടില്ല ഞങ്ങൾ. രാഷ്ട്രീയ വിമർശനം അത് ജേർണലിസത്തിലൂടെ നടത്തിയതിന്റെ തലങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്യ്. ഫോർ ദ പാസ്റ്റ് 11 years, കഴിഞ്ഞ 11 വർഷത്തെ നിങ്ങളുടെ കേന്ദ്ര ഭരണത്തിനെതിരെയുള്ള വിമർശനത്തിന്റെ, ഞാനത് ഞാൻ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കത്തില്ലേ, അത് ഭാഷയിലെ എന്റെ പരിജ്ഞാനക്കുറവ് കൊണ്ട് അങ്ങനെ ഒരു വാക്കായി പോകും. ഉന്നത കുലജാതനൊക്കെ അതാണ്. പക്ഷെ അതിന്റെ ഡിസ്ക്രിപ്റ്റ് ഞാൻ ഉടനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഈ ബ്രാഹ്മണൻ